കേരള സംസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരം തിരുവനന്തപുരം. അനന്തപുരി എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. വളരെ ഭൂവൈവിധ്യവും തിരക്കേറിയ വീതികളും വാണിജ്യ മേഖലകളുമുള്ള നഗരമാണ് തിരുവനന്തപുരം. തന്മൂലം നിത്യഹരിത നഗരം എന്നാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി തിരുവനന്തപുരത്തെ വിശേഷിപ്പിച്ചത്. തിരുവനന്തപുരം നഗരത്തിൽ സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും പല കാര്യാലയങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. ലോകത്തിലെ തന്നെ മികച്ച സ്വകാര്യ വ്യവസായ ലൈസൻസുകളുടെ കാര്യാലയങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നു. രാഷ്ട്രീയ സ്ഥിരാകേന്ദ്രം എന്നതിലുപരി ഉന്നത നിലവാരമുള്ള പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും കേന്ദ്രം കൂടിയാണ് തിരുവനന്തപുരം. പ്രശസ്തമായ കേരള സർവകലാശാല, രാജീവ് ഗാന്ധി ജൈവ സാങ്കേതിക ഗവേഷണ കേന്ദ്രം, വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രം, തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ്, സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ടെക്നോളജി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, RCC, ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി തുടങ്ങിയവ കൂട്ടത്തിൽ എടുത്തു പറയാവുന്നവയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വിവര സാങ്കേതിക സ്ഥാപന സമുച്ചയമായ ടെക്നോ പാർക്ക് തിരുവനന്തപുരത്തുള്ള കഴക്കൂട്ടം എന്ന സ്ഥലത്തിനടുത്താണ്. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊന്നായ കെൽട്രോണിന്റെ ആസ്ഥാനവും ഇവിടെയാണ്. നഗരത്തിന്റെ തന്നെ മുഖമുദ്രയായ അനന്തശയ്യായ പത്മനാഭസ്വാമി ക്ഷേത്രമാണ് നഗരത്തിന് ഈ പേര് വരാൻ കാരണം. 1000 തലയുള്ള അനന്തൻ എന്ന സർപ്പത്തിന്മേൽ വിശ്രമിക്കുന്ന മഹാവിഷ്ണുവാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. അനന്തന്റെ പുരം എന്നതിനോട് ബഹുമാന സൂചകമായി തിരു ചേർത്തുകൊണ്ടാണ് തിരുവനന്തപുരം എന്ന പേര് വന്നത്. സെൻട്രൽ സിറ്റി ഡിപ്പോ പത്മനാഭ ക്ഷേത്രത്തിനടുത്തുള്ള കിഴക്കേക്കോട്ടയിൽ സ്ഥിതി ചെയ്യുന്നു. അന്തർ സംസ്ഥാന സർവീസുകളും സെൻട്രൽ ബസ് സ്റ്റാൻഡും ഇവിടെ നിന്ന് 1 കിലോമീറ്റർ അകലെ തമ്പാനിലാണ്. ഇവിടെ നിന്നും കേരളത്തിലെ മിക്കവാറും എല്ലാ പട്ടണങ്ങളിലേക്കും തെന്നിന്ത്യയിലെ മറ്റു പ്രധാന നഗരങ്ങളായ ചെന്നൈ, ബാംഗ്ലൂരു, മംഗളൂരു എന്നിവിടങ്ങളിലേക്ക് ബസ് സർവീസുകളുണ്ട്. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ തമ്പാനൂർ സ്ഥിതി ചെയ്യുന്നു. വിമാനത്താവളത്തിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ അകലം മാത്രം. ദിനംപ്രതി 50ഓളം തീവണ്ടികൾ പുറപ്പെടുന്ന ഒരു പ്രധാന സ്റ്റേഷനാണിത്. തിരുവനന്തപുരം നഗരത്തിലും അതിന്റെ പരിസര പ്രദേശങ്ങളിലുമായി അനേകം വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നു. രാജഭരണകാലത്തെ ഭംഗിയായി പ്ലാൻ ചെയ്ത നഗരവും സൗഹാർദ്ദ മനസ്കരും സൽക്കാര പ്രിയരുമായ ജനങ്ങളും സഞ്ചാരികളെ ആകർഷിക്കുന്നു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച മൃഗശാലയെ കണക്കാക്കപ്പെടുന്ന തിരുവനന്തപുരം മൃഗശാല, നേപ്പിയർ മ്യൂസിയം, തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗമായ ശംഖുമുഖം ബീച്ച്, വർക്കല ബീച്ച്, മിനി ഊട്ടി എന്ന് വിശേഷിക്കപ്പെടുന്ന പൊന്മുടി, മീൻമുട്ടി വെള്ളച്ചാട്ടം, വേളിക്കായൽ തുടങ്ങിയ ഒട്ടനവധി മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഇവിടെ കാണാൻ കഴിയും. തിരുവനന്തപുരം ഒരു പ്രമുഖ വിദ്യാഭ്യാസ കേന്ദ്രമാണ്. കേരള സർവകലാശാലയുടെ ആസ്ഥാനം ഇവിടെയാണ്. 15 എഞ്ചിനീയറിംഗ് കോളേജുകൾ, 3 മെഡിക്കൽ കോളേജുകൾ, 3 ആയുർവേദ കോളേജുകൾ, 2 ഹോമിയോ കോളേജുകൾ, 6 ഇതര മെഡിക്കൽ വിഭാഗങ്ങളിൽപ്പെട്ട കോളേജുകൾ, 2 നിയമ കലാലയങ്ങൾ തുടങ്ങിയ ഒട്ടേറെ പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നഗരത്തിലുണ്ട്. പ്രസിദ്ധമായ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, പൂജപ്പുര സരസ്വതി ക്ഷേത്രം, പഴവങ്ങാട് ഗണപതി ക്ഷേത്രം, പാളയം OTC ഹനുമാൻ സ്വാമി ക്ഷേത്രം, ശ്രീകണ്ഠേശ്വരം മഹാദേവ ക്ഷേത്രം, അനന്തൻകാട് നാഗക്ഷേത്രം, മിത്രാനന്തപുര ക്ഷേത്രം, പഴഞ്ചിറദേവി ക്ഷേത്രം, കുഞ്ചിരവിള ഭഗവതി ക്ഷേത്രം, കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രം, മുക്കോലയ്ക്കൽ ഭഗവതി ക്ഷേത്രം, തിരുവല്ലം പരശുരാമ ക്ഷേത്രം, പാളയം ജുമാ മസ്ജിദ്, ഭീമപ്പള്ളി, സെന്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രൽ പാളയം, വെട്ടുകാട് പള്ളി, ശ്രീവരാഹ ക്ഷേത്രം തുടങ്ങിയ പ്രസിദ്ധമായ ആരാധനാലയങ്ങളും ഈ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്നു. കൂടാതെ വിഴിഞ്ഞം തുറമുഖം, കോവളം, വേളി ടൂറിസ്റ്റ് വില്ലേജ്, ലുലു ഹൈപ്പർ മാർക്കറ്റ്, വേൾഡ് മാർക്കറ്റ്, ആക്കുളം ബോട്ട് ക്ലബ്ബ്, തിരുവനന്തപുരം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ, അദാനി അന്താരാഷ്ട്ര വിമാനത്താവളം, ഇന്ത്യയിലെ ഏറ്റവും വലിയ മാളായ ലുലു മാൾ, മാൾ ഓഫ് ട്രാവൻകൂർ തുടങ്ങിയ ഉൾപ്പെടുന്ന ന്യൂ ട്രിവാൻഡ്രം മേഖല തിരുവനന്തപുരത്തിന്റെ ആധുനിക നാഗരിക മുഖമാണ്. വിഴിഞ്ഞം തുറമുഖവും അനുബന്ധ വികസനവും തിരുവനന്തപുരത്തെ വൻകിട മെട്രോ നഗരമാക്കി തീർക്കുന്നു. പറഞ്ഞാലും തീരാത്ത തിരുവനന്തപുരത്തിന്റെ കാഴ്ചകൾ ഇവിടെ നിർത്തുന്നു.